കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി 3 സ്ട്രൈക്ക് ഒരുമിച്ച് കിട്ടി വട്ടൂരി വരുമാനം മുട്ടി കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി 3 സ്ട്രൈക്ക് ഒരുമിച്ച് കിട്ടി വട്ടൂരി വരുമാനം മുട്ടി മുറിയാതെ കളവും ചേർത്ത് അതിലേറെ തെറിയും വിളമ്പി മുറിയാതെ കളവും ചേർത്ത് അതിലേറെ തെറിയും വിളമ്പി ആമാശയ ദാരിദ്ര്യം തീർത്ത് മുന്നോട്ട് ഗമിക്കും നേരം കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി 3 സ്ട്രൈക്ക് ഒരുമിച്ച് കിട്ടി വട്ടൂരി വരുമാനം മുട്ടി ഓഫ്ലൈനിൽ ഓരിയിട്ടാല് കുരുവട്ടൂർ 4 ആള് കേൾക്കും പട്ടി കൂരക്കുമ്പോൾ കരുതി നാട്ടാര് മൈൻഡ് ചെയ്യില്ല എന്നൂറപ്പുള്ള നൗഷാദ് ഒരു ചാനല് തട്ടി കോട്ടി കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി 3 സ്ട്രൈക്ക് ഒരുമിച്ച് കിട്ടി വട്ടൂരി വരുമാനം മുട്ടി കോമാട്ട് ചാലിൽ അബ്ദുള്ള ചേക്കിന്റെ നിർദ്ദേശങ്ങൾക്ക് മൈക്കയായി വന്നവരാ ഞങ്ങൾ എന്നോരിട്ടു നൗഷാദ് കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി 3 സ്ട്രൈക്ക് ഒരുമിച്ച് കിട്ടി വട്ടൂരി വരുമാനം മുട്ടി കോമാട്ടിൻ ഉള്ളൻ കയ്യില ലോകത്തിൻ നിയന്ത്രണം മൊത്തം മൊബൈല് കിട്ടിയത് പോലെ അധികാരം മുഴുവനായി കിട്ടി അല്ലാഹ്ക്കിനി അധികാരമില്ല എന്നങ്ങ് തട്ടി വിട്ടു കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി 3 സ്ട്രൈക്ക് ഒരുമിച്ച് കിട്ടി വട്ടൂരി വരുമാനം മുട്ടി ആ ചാനല് പൂട്ടി പോയി കോമാട്ടിൻ നിയന്ത്രണം പൊട്ടി ലോകം നിയന്ത്രിക്കുന്നാക്ക് യൂട്യൂബിൽ നിയന്ത്രണമില്ല
സുക്കർ ബർഗാണവിടെ നിയന്ത്രിക്കുന്നതെന്നറിഞ്ഞു. ആ സത്യം നാട്ടാരുമറിഞ്ഞു. വട്ടൂരികൾ വഷളായി പോയി. കെട്ടുകൾ മൂന്നും കെട്ടി കുരുവട്ടൂർ ചാനല് പൂട്ടി. 3 സ്ട്രൈക്കൊരുമിച്ച് കിട്ടി. വട്ടൂരി വരുമാനം കൂട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഹനീഫ് കായക്കൊടി നടത്തിയിട്ടുള്ളത്. ഹനീഫ് കായക്കൊടി എന്ന് പറയുമ്പോൾ KNMന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ കേവലം ഒരു നേതാവ് മാത്രമല്ല, മുജാഹിദ് പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ ഹനീഫ് കായക്കൊടിയാണ് കുരുവട്ടൂരി നൗഷാദ് കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തിൽ എത്തിയതിനു ശേഷം ഞങ്ങളുമായി നല്ല സൗഹാർദ്ദത്തിലാണ്. ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്, വിശേഷങ്ങൾ അറിയാറുണ്ട്. കുരുവട്ടൂരി ത്വരീഖത്തിൽ നൗഷാദ് എത്തുന്നതിന് മുമ്പ് ഞങ്ങളുമായി ആ വിധത്തിൽ ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നില്ല. ആശയപരമായ വിരോധം വ്യക്തിപരമായും കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ് നൗഷാദ് കുരുവട്ടൂരി. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ പ്രസ്ഥാനത്തിലുള്ളപ്പോൾ ഞങ്ങളോട് അത്തരത്തിലൊരു സൗഹാർദ്ദത്തിനും നൗഷാദ് വന്നിരുന്നില്ല. ഞങ്ങളെ വിളിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. എന്തിനധികം ആശയപരമായ സംവാദങ്ങൾ നൗഷാദുമായി നടത്തിയിട്ടുണ്ട്. സംവാദങ്ങൾ നടക്കുന്നതിന് മുമ്പായിട്ട് പല സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. പക്ഷേ നൗഷാദ് അതിനു വേണ്ടി ഒരിക്കൽ പോലും ഞങ്ങളെ നേരിട്ട് വിളിച്ചിട്ടില്ല. അത്ര വെറുപ്പായിരുന്നു ഞങ്ങളോട്. കുരുവട്ടൂരി ത്വരീഖത്തിൽ അവനെത്തിയതിനു ശേഷം ഞങ്ങളുമായി നല്ല ബന്ധത്തിലാണെന്നാണ് ഹനീഫ് കായക്കൊടി പറയുന്നത്. ഇവനാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും പൊന്മൾ ഉസ്താദും പേരോട് ഉസ്താദും വഹാബിയാണെന്ന് പറയുന്നത്, വഹാബി ആശയമുള്ളവരാണെന്ന് പറയുന്നത്, വഹാബികളുമായി സൗഹാർദ്ദത്തിലുള്ളവരാണെന്ന് പറയുന്നത്. ഇവനെപ്പോലെ വഞ്ചകനും കള്ളനും മറ്റാരാണുള്ളത്? അവനെ സംഘടനയിൽ നിന്ന് പേരോട് ഉസ്താദും പൊന്മൾ ഉസ്താദും പുറത്താക്കിയത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ്, ആ പക തീർക്കൽ മാത്രമാണ് പൊന്മൾ ഉസ്താദും പേരോട് ഉസ്താദും വഹാബിയാണെന്ന് പറയുന്നത്. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ സംഘടനയിലേക്ക് അവനെ കയറ്റാത്തതിലുള്ള ദേഷ്യമാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളോട് തീർക്കുന്നത് എന്നായിരുന്നു ഇതുവരെ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അത് മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാരെ വഹാബികളാക്കിക്കൊണ്ട് അവർക്ക് വഹാബി ആശയമുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് വഹാബി ആശയത്തോട് സുന്നി പ്രവർത്തകർക്കുള്ള, സുന്നി പണ്ഡിതന്മാർക്കുള്ള ആ ഗൗരവം കുറച്ച് മയപ്പെടുത്തിയെടുക്കുക. നമ്മുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർക്ക് ചില വിഷയങ്ങളിൽ വഹാബി ആശയമുണ്ടെങ്കിൽ, വഹാബി ആശയത്തെയാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് വഹാബികളുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് അവരുടെ ആശയത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ? നമ്മുടെ നേതാക്കന്മാരായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും പേരോട് ഉസ്താദും പൊന്മൾ ഉസ്താദും വഹാബികളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആശയത്തിനെതിരെ ശക്തമായി പോരാടിയവരായിരുന്നില്ലേ? അവരാണല്ലോ അവർ എതിർത്തിരുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കാൻ, അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഹാബി ആശയത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഏജന്റായിട്ടാണ് ഇവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് വഹാബികൾ പോലും ചെയ്യാത്ത തരത്തിൽ പണ്ഡിതന്മാരുടെ ക്ലിപ്പ് കട്ടുമുറിച്ചുകൊണ്ട് അവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ വഹാബി ഏജന്റാണ്. കുരുവട്ടൂരി ത്വരീഖത്ത് എന്ന് പറയുന്നത് വഹാബികളുടെ മറ്റൊരു കീഴ്ഘടകമായി പ്രവർത്തിക്കുന്നവരാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അത് തെളിയിക്കുന്ന വോയിസ് കൂടിയാണ് ഹനീഫ് കായക്കൊടിയുടെ വോയിസ്. ആരെങ്കിലും അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് ഓർമ്മപ്പെടുത്തി. ഒരു കാര്യം ഈ വിഷയം വരുന്നത് വരെ, അതായത് ശരിക്കും ഈ വിഷയം വരുന്നത് 3000 രൂപ സമ്പാദത്തിന് ശേഷമാണല്ലോ സജീവമായിട്ട് വരുന്നത്. അതുവരെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ്. 3000 രൂപ സമ്പാദം വരെ റോഹൻ അറിയാം, തലശ്ശേരി ആയാലും
മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും അതെ നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ് പക്ഷെ ഈ വിഷയം വന്നതിന് ശേഷം ഓന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റം ഉണ്ടായിരുന്നു. മാറ്റം ഉണ്ടാകുന്നത് നമ്മളോട് സംസാരിക്കാനും വരെ ഏതുവരെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചേലേമ്പ്ര സംവാദം. ചേലേമ്പ്ര സംവാദത്തില് പിന്നെ വന്നിരുന്ന് അപ്പൊ മൂപ്പരെ കൂടെ വേറെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വേറെ രണ്ട് ആൾക്കാരല്ലേ ഇതിനെ കാണാൻ. ഒന്ന് ഇവനായിരുന്നു എന്റെ ഓർമ്മ, മറ്റേ പിന്നെ ഈക്കൊക്കെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന സിദ്ദീഖ് സുഹരി. അപ്പൊ അയാളാണെന്നാണ് ഒന്നെന്റെ ഓർമ്മ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ എഴുതുകയാണ്, വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങൾ ഞാൻ എഴുതുമ്പോ ഞാൻ സാധാരണ നമ്മൾ എഴുതുന്നത് അങ്ങോട്ട് എഴുതി. അപ്പൊ ഒപ്പമുള്ള മൂല്യം പറഞ്ഞു അങ്ങനെ അതല്ല അങ്ങനെയല്ല, പിന്നെ അയാൾ എതിർത്ത് നമ്മള് ഏകപക്ഷീയമായി എഴുതാനെന്നുള്ള നിലക്ക്. അപ്പൊ നൗഷാദിന്റെ സംസാരം പിന്നെ അത് അനീഫ് എഴുതിക്കോളും എന്നാണ്. മുമ്പാണെങ്കിൽ നൗഷാദ് സംസാരിക്കേണ്ട ഒരു രീതിയാണത്. നല്ല സ്നേഹത്തോടുള്ള രീതി, ഞാന് സ്നേഹത്തോടെ കൂടെ ഉള്ള ഒരു രീതി, ആ ഒരു സൗഹാർദ്ദത്തിന്റെ രീതി കൊണ്ടിരുന്ന ഒരിക്കലും ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു നൗഷാദ് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ പരീക്ഷിക്കാതെ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള പറയുക. സാധാരണ മുൻപേ കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും എന്റെ രീതിക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ മുമ്പ് വേഗം പിന്നെ എന്റെ ഒപ്പം വരാൻ നോക്കി. അപ്പൊ ഒപ്പമുള്ള രണ്ടാൾക്കാരൻ തന്നെ പറ്റില്ലാണ് അവര് തടഞ്ഞു വെച്ചു നൗഷാദിന്. എന്റെ ഒപ്പം അപ്പുറത്തെ റൂമിലേക്ക് വരാൻ നോക്കി നൗഷാദ് തടഞ്ഞു വെക്കുകയത്. അപ്പൊ അതിനുശേഷം പിന്നെ പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഹാഫിദിന്റെ കൂടെ കൂടിയാലും നല്ലൊരു മാറ്റമുണ്ട് ആ നിലക്ക് അല്ലേ? അതുണ്ട്. ആ സമയത്ത് മുമ്പില്ലാത്ത ഞാനിന്നാളാരോടോ പറഞ്ഞു ഈ പിന്നെ പ്രസംഗത്തില് വഹാബികൾ അങ്ങനെയാക്കണം വഹാബികൾ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയുന്ന നൗഷാദ് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളോട് നല്ല സംസാരം തുടങ്ങിയത്. അതെ അതെ. മറ്റേ നമ്മളെ ഉസ്താദിന്റെ കൂടെ ആകുമ്പോ ഉള്ള ആ രീതിയല്ലാന്ന് അല്ലേ? അതെ അതെ അതെ. കുരുവട്ടൂരുകളുടെ മറ്റൊരു വിഡ്ഢിത്തവുമായി കണ്ടുമുട്ടുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.